നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ റോയൽസ് എന്ന വികാരം മലയാളികൾക്ക് നൽകിയത് സഞ്ജു സാംസൺ ആയിരുന്നു. എന്നാൽ 2026 IPL സഞ്ജു ചെന്നൈയുടെ മഞ്ഞ കുപ്പായത്തിലേക്ക് മാറിയതോടെ പല മലയാളികളും രാജസ്ഥാനെ കൈവിട്ടിട്ടുണ്ടാകും. എന്നാൽ രാജസ്ഥാൻ റോയൽസ് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. ലേലത്തിൽ വെറും 30 ലക്ഷം രൂപയ്ക്ക് റോയൽസ് സ്വന്തമാക്കിയ ഒരു യുവതാരം ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സാക്ഷാൽ രവിചന്ദ്ര അശ്വിൻ തന്നെ ഈ താരത്തെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിംഗ് മികവിനോടാണ് അശ്വിൻ രാജസ്ഥാന്റെ ഈ കണ്ടുപിടുത്തത്തെ താരതമ്യം ചെയ്യുന്നത്. ആരാണ് ആ താരം? എന്താണ് അശ്വിന്റെ വാക്കുകൾ? നമുക്ക് നോക്കാം. അമൻ റാവു. ഹൈദരാബാദിൽ നിന്നുള്ള ഈ 21-കാരനാണ് ഇപ്പോൾ വാർത്തകളിലെ താരം. വിജയ് ഹസാരെ ട്രോഫിയിൽ ബംഗാളിനെതിരെ അമൻ നേടിയ ഇരട്ട സെഞ്ചുറിയാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. 154 പന്തിൽ നിന്ന് പുറത്താകാതെ 200 റൺസാണ് അമൻ അടിച്ചുകൂട്ടിയത്. മുഹമ്മദ് ഷമി, ആകാശ് ദീപ്, ഷഹബാസ് അഹമ്മദ് എന്നിവരടങ്ങിയ ശക്തമായ ബംഗാൾ ബൗളിംഗ് നിരയെയാണ് അമൻ നിലം പരിശാക്കിയത് എന്ന കാര്യം ഈ ഇന്നിംഗ്സിന്റെ മാറ്റുകൂട്ടുന്നു. ഈ പ്രകടനത്തിന് പിന്നാലെയാണ് മുൻ രാജസ്ഥാൻ താരം കൂടിയായ അശ്വിന്റെ ട്വീറ്റ് എത്തിയത്. അശ്വിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ആധുനിക ക്രിക്കറ്റിൽ സ്കൗട്ടിംഗ് എന്നത് വളരെ പ്രധാനമാണ്. ബുംറയെയും ഹാർദിക് പാണ്ഡ്യയെയും പോലുള്ള മാച്ച് വിന്നർമാരെ കണ്ടെത്തുന്നതിൽ മുംബൈ ഇന്ത്യൻസ് എന്നും മുൻപന്തിയിലാണ്. എന്നാൽ സ്കൗട്ടിങ്ങിന്റെ കാര്യത്തിൽ മുംബൈക്കൊപ്പം തന്നെ ടോപ്പ് 2-ൽ സ്ഥാനം അർഹിക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അമൻ റാവുവിലൂടെ രാജസ്ഥാൻ വീണ്ടും അത് തെളിയിച്ചിരിക്കുകയാണ്. അശ്വിൻ കുറിച്ച വാക്കുകളാണിത്. അമന്റെ ബാറ്റിംഗ് ശൈലിയെക്കുറിച്ചും അശ്വിൻ എടുത്തു പറയുന്നുണ്ട്. ആദ്യം 100 റൺസ് നേടാൻ അമൻ 108 പന്തുകൾ എടുത്തു. എന്നാൽ അടുത്ത 100 റൺസിലേക്ക് എത്താൻ വെറും 46 പന്തുകൾ മാത്രമാണ് വേണ്ടി വന്നത്. ഇതിനെ ബീസ്റ്റ് മോഡ് എന്നാണ് അശ്വിൻ വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ച് മുഹമ്മദ് ഷമിയെ പോലെ ഒരു ലോകോത്തര ബോളറുടെ സ്ലോവർ ബോൾ എക്സ്ട്രാ കവറിന് മുകളിലൂടെ സിക്സർ പറത്തിയ ഷോട്ട് അമന്റെ പ്രതിഭ തെളിയിക്കുന്നതാണെന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി. മത്സരത്തിൽ മുഹമ്മദ് ഷമിക്കെതിരെ 21 പന്തിൽ 35 റൺസാണ് അമൻ നേടിയത്. 3 ബൗണ്ടറികളും 2 സിക്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. ആകാശ് ദീപാണ് അമൻ റാവുവിന്റെ ബാറ്റിന്റെ ചൂട് ഏറ്റവും അധികം അറിഞ്ഞത്. 28 പന്തിൽ 47 റൺസാണ് ആകാശ് ദീപിനെതിരെ അമൻ നേടിയത്. 3 സിക്സുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷഹബാസ് അഹമ്മദിനെതിരെയും അമൻ 2 സിക്സുകൾ അടിച്ചു. മത്സരത്തിൽ നേരിട്ട എല്ലാ ബോളർമാർക്കെതിരെയും 6 അടിച്ചു എന്നത് അമൻ റാവുവിന്റെ കരുത്താണ് എടുത്ത് കാണിക്കുന്നത്. T20 ക്രിക്കറ്റിൽ 160-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുള്ള ഈ താരം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി അരങ്ങേറ്റത്തിൽ തന്നെ 67 റൺസ് നേടിയിരുന്നു. കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട രാജസ്ഥാൻ റോയൽസിന് ഇത്തരം യുവതാരങ്ങളുടെ ഫോം നൽകുന്ന ആശ്വാസം ചെറുതല്ല. യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറൽ, റിയാൻ പരാഗ് തുടങ്ങിയ അണ്ടർ 19 തലത്തിൽ നിന്നോ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്നോ കണ്ടെത്തി വളർത്തിയെടുത്ത താരങ്ങളാണ് ഇന്ന് രാജസ്ഥാന്റെ നട്ടെല്ല്. ആ നിരയിലേക്ക് അമൻ റാവു എന്ന പേര് കൂടി എഴുതി ചേർക്കപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. വെറും 30 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിയ അമൻ 2026 സീസണിലെ സർപ്രൈസ് പാക്കേജ് ആകാനുള്ള എല്ലാ ലക്ഷണവും കാണിക്കുന്നുണ്ട്. അശ്വിൻ പറഞ്ഞതുപോലെ രാജസ്ഥാൻ റോയൽസിന്റെ സ്കൗട്ടിംഗ് കണ്ണുകൾക്ക് വീണ്ടും ലക്ഷ്യം പിഴച്ചിട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ IPL വിശേഷങ്ങൾക്കും ക്രിക്കറ്റ് വാർത്തകൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.